അപ്പം നമ്മള് മൗര്യാസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ഗുപ്താസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. UPSCക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു മേഖലയാണ് ഗുപ്താസ് എന്ന് പറയുന്നത്. പർട്ടിക്കുലർലി അവരുടെ ആർട്ട്, കൾച്ചർ ആൻഡ് ലിറ്റററി കോൺട്രിബ്യൂഷൻസ് ഉറപ്പായിട്ടും UPSC എല്ലാ വർഷവും ഒരു ചോദ്യം വെച്ചെങ്കിലും ചോദിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക്, അടുത്ത ടോപ്പിക് ആയിട്ട് വരുന്നത് ഏതാണ്? ഗുപ്താസ്. സോ ദി ഗുപ്താസിനെ കുറിച്ച് നോക്കാം. അപ്പൊ നമുക്ക് ഗുപ്താസിനെ കുറിച്ച് ഓരോരുത്തരുടെ പേരുകള്, രാജാക്കന്മാര്, അതങ്ങനെ കാണാപ്പാഠം പഠിക്കണമെങ്കിലും ഓരോ രാജാക്കന്മാരുടെ സമയത്തും നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കൊരു ക്രോണോളജി ഒക്കെ ചോദിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ കണ്ടംപററി ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് അത് ഉപകാരപ്പെടും. സോ അപ്പം ഗുപ്തയുടെ കാലഘട്ടം എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, ഇറ്റ് ഈസ് ഫ്രം 4th century to 6th century AD. ഓക്കെ, CE ആണ്, കോമൺ എറയിലാണ് അത് വരുന്നത്. ഓക്കെ, മാർക്ക്ഡ് ആസ് എ ക്ലാസിക്കൽ പീരീഡ് ഇൻ നോർത്ത് ഇന്ത്യ. അത് വടക്കേ ഇന്ത്യയിലെ എന്താണ് ഒരു ക്ലാസിക്കൽ കാലഘട്ടമാണ്. അത് എന്തുകൊണ്ടാണ് ക്ലാസിക്കൽ? ഓക്കെ, എന്തുകൊണ്ടാണ് ക്ലാസിക്കൽ അല്ലെങ്കിൽ ഗോൾഡൻ ഏജ് എന്നുള്ള ചോദ്യങ്ങൾ വരാം. അതല്ല എങ്കിൽ നമുക്ക് ചോദിക്കാം, വാസ് ഇറ്റ് റിയലി എ ഗോൾഡൻ ഏജ്? നമ്മൾ ഗോൾഡൻ ഏജ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് തരികയാണ്, ഗുപ്ത സൊസൈറ്റിയെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പ്രിലിമിനറിക്ക് തരുമ്പോൾ നമ്മൾ ഗോൾഡൻ ഏജ് ആയതുകൊണ്ട് അതെല്ലാം ശരിയാണ് എന്ന് കരുതരുത്. കാരണം അത് എല്ലാവർക്കും ഗോൾഡൻ ഏജ് ആയിരുന്നില്ല. നമ്മൾ താഴേക്ക് വരുമ്പോൾ നമ്മളത് നോക്കും. യെസ്, റിനൗണ്ട് ഫോർ ഇറ്റ്സ് എക്സ്റ്റെൻസീവ് ടെറിട്ടറി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. യെസ്, അപ്പം നമ്മൾ ഇവിടെ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗുപ്ത ഡിനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? ഓക്കെ, ഗുപ്ത ഡിനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് പലരും പറയുന്ന ചന്ദ്രഗുപ്ത 1 എന്നാണ്. അങ്ങനെയല്ല, അത് അദ്ദേഹത്തിന്റെ പേരെന്താണ്? ശ്രീഗുപ്ത എന്നാണ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട രാജാവ് ചന്ദ്രഗുപ്ത 1 ഒക്കെ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യ ഒക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ പേര് പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ആരാണ് അത്? ശ്രീഗുപ്തയാണ്. ഓക്കെ, ഫൗണ്ടർ ഓഫ് ഗുപ്ത ഡിനാസ്റ്റി ഈസ് ശ്രീഗുപ്ത. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ എന്ത്? Patronage of arts, architecture, literature, everything, and often hailed as the golden age and witnessed several advancement in indelible legacy in the history of India. ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്താണ് ഒരു ഇൻഡെലിയബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് ഒരു പകരം വെക്കാനില്ലാത്തതായിട്ടുള്ള ഒരു ഹിസ്റ്ററി ലീവ് ചെയ്യാൻ ആർക്ക് സാധിച്ചു? ഒരു ഹിസ്റ്ററി ലീവ് ചെയ്യുവാൻ ഗുപ്താസിന് സാധിച്ചു. സോ അപ്പം ജസ്റ്റ് കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് അവരുടെ ടേം, അവരുടെ കാലഘട്ടം എപ്പോഴാണ്? 4th to 6th century AD ആണ്, അല്ലെങ്കിൽ കോമൺ എറയാണ്. രണ്ടാമത്തെ അതിന്റെ ഫൗണ്ടർ ആരാണ്? അത് ശ്രീഗുപ്തയാണ്. ശ്രീഗുപ്തയാണ്. ഈ 2 പോയിന്റുകളൊന്ന് കുറിച്ച് വെക്കുക. അടുത്തത് നമ്മൾ ഇവരിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട രാജാവിലേക്ക് പോവുകയാണ്. ആരാണ് ഇതിലെ പ്രധാനപ്പെട്ട രാജാവ്? ആദ്യത്തെ പ്രധാനപ്പെട്ട രാജാവാണ് നമ്മൾ പറയുന്നത്. ആരാണ്? ദാറ്റ് ഈസ് ചന്ദ്രഗുപ്ത 1. ഓക്കെ, അദ്ദേഹം ഏത് വർഷമാണ് അധികാരത്തിൽ വന്നത്? 319-320 CE എന്ന് കരുതപ്പെടുന്നു. ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ടൊരു എവിഡൻസ് ഒന്നും, കറക്റ്റ് ആയിട്ട് ഹിസ്റ്റോറിയോഗ്രഫി, ക്രോണോളജിക്കലായിട്ട് ഹിസ്റ്ററി എഴുതി വെക്കുന്ന ആ പരിപാടി നമുക്കില്ല. ഇത് ബ്രിട്ടീഷുകാർ വന്നേ പിന്നെയാണ് നമ്മൾ ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഒരു ഊഹക്കണക്ക് മാത്രമാണ് ഉള്ളത്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു? ഹി entered with a matrimonial alliance with the Lichavis of Nepal. He entered into matrimonial alliance. ആരുമായിട്ടാണ് മാട്രിമോണിയൽ അലയൻസിലായത്? ലിച്ചാവീസ് ഓഫ് നേപ്പാൾ. ഇമ്പോർട്ടന്റ് ആണ്. ദി ലിച്ചാവീസ് ഓഫ് നേപ്പാളുമായിട്ട് ആരാണ് മാട്രിമോണിയൽ അലയൻസിൽ വന്നത്? ചന്ദ്രഗുപ്ത 1. ബൈ AD 321 he expanded the kingdom from Ganga river to Prayag through a conquest. ഒരു വലിയ കോൺക്വസ്റ്റിലൂടെ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ കിങ്ഡം വലുതാക്കിക്കൊണ്ടേയിരുന്നു. His kingdom included Bengal, parts of present day Bihar with Patliputra as the capital and Uttar Pradesh. അപ്പൊ എന്താണ്? അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ പാട്ലിപുത്രയായിരുന്നു. പിന്നെ എന്താണ്? നമ്മൾ ഇന്ത്യയുടെ ഒരു മാപ്പ് തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയുടെ മാപ്പ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഒരു കൺസിഡറബിളി വാസ്റ്റ്
ഓക്കെ, നമുക്ക് വലിയ വാസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും എന്താണ്, ഒരു കൺസിഡറബിളി വാസ്റ്റ് ആയിട്ടുള്ള ഒരു എംപയർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശരിയല്ലേടെ? ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ അന്നത്തെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിന്റെ പല ഭാഗങ്ങൾ തുടങ്ങി ബംഗാളിന്റെ പല ഭാഗങ്ങൾ, ബീഹാറിന്റെ പല ഭാഗങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രഗുപ്ത വണ്ണിന്റെ എംപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ് വെരി വാസ്റ്റ് compared to the former kingdoms. മുമ്പുണ്ടായിരുന്ന രാജവംശങ്ങളുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നല്ല വലിയ ഒരു രാജവംശമായിരുന്നു ചന്ദ്രഗുപ്ത വൺ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പം ചന്ദ്രഗുപ്ത മൗര്യയെ കുറിച്ച്, ചന്ദ്രഗുപ്ത വണ്ണിനെ കുറിച്ച്, മൗര്യ മാറിപ്പോരുത് കേട്ടോ, ചന്ദ്രഗുപ്ത വണ്ണിനെ കുറിച്ച് ഓർത്ത് വെക്കുക. പിന്നെ എന്താണ്, യെസ്, ഹി സ്ട്രക്ക് കോയിൻസ് ബിയറിംഗ് ഹിസ് ആൻഡ് ഹിസ് ക്യൂൻസ് നെയിം. ആ ഭാര്യയോട് വലിയ സ്നേഹമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേരിലുള്ള കോയിൻസ് അടിച്ചിറക്കി. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേരിൽ കോയിൻസ് അടിച്ചിറക്കി. അപ്പൊ ഈ പോയിന്റ് കൂടി എന്ത് ചെയ്യണം, ഈ പോയിന്റ് കൂടി ഓർത്തു വെക്കണം. യെസ്, ഓക്കെ, ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക. അടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. വെരി ഇമ്പോർട്ടന്റ്, ചോദ്യങ്ങൾ വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഹു ഇസ് ദാറ്റ്? ദാറ്റ് ഇസ് സമുദ്രഗുപ്ത. അപ്പൊ എന്താണ് സമുദ്രഗുപ്തയുടെ പോളിസിയെ കുറിച്ച് പറയുന്നത്? അദ്ദേഹത്തിന്റെ കാലഘട്ടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടം കാണാപ്പാടം പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊടുക്കുന്നത്, നമുക്കൊരു ഏകദേശ രൂപം കിട്ടണം, ആര് ഏത് സമയത്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന്. അതിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഹി ഫോളോഡ് എ പോളിസി ഓഫ് വാർഫെയർ ആൻഡ് കോൺക്വസ്റ്റ്. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ഹി വാസ് ഓഫ് ദ പോളിസി ഓഫ് വാർഫെയർ ആൻഡ് കോൺക്വസ്റ്റ്. യുദ്ധം നടത്തുക, കീഴടക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ പോളിസി. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഇനി വരുന്നത്. നോക്കൂ, എന്താണ്? അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഓർ ദി പ്രയാഗ പ്രശസ്തി, അല്ലെങ്കിൽ പ്രയാഗ് പ്രശസ്തി എന്ന് പറയുന്നത് റിട്ടൺ ഇൻ എ പ്രിസ്റ്റീൻ സാൻസ്ക്രിറ്റ് ബൈ ഹിസ് കോർട്ട് പോയറ്റ് ഹരിസേന പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽ അക്കൗണ്ട് ഓഫ് ഹിസ് അക്കംപ്ലിഷ്മെന്റ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചോളുക. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക. പ്രയാഗ് പ്രശസ്തി അല്ലെങ്കിൽ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആരാണ് എഴുതിയിരിക്കുന്നത്? ഹരിസേനയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് സമുദ്രഗുപ്തയാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയരുത്, അത് എഴുതിയിരിക്കുന്നത് ഹരിസേനയാണ്. അത് എഴുതിയിരിക്കുന്നത് പ്രിസ്റ്റീൻ സാൻസ്ക്രിറ്റില്. ഓക്കെ, പണ്ടുണ്ടായിരുന്ന ക്രൂഡ് സാൻസ്ക്രിറ്റിൽ നിന്ന് മാറി ഒരു എന്താണ് പറയുക, കുറച്ചുകൂടെ പ്യൂർ ആയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് വരുന്ന സാൻസ്ക്രിറ്റിലാണ് അത് എഴുതിയിരിക്കുന്നത്. പിന്നെ എന്താണ്? ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ഹിസ് അക്കംപ്ലിഷ്മെന്റ്. സമുദ്രഗുപ്തന്റെ അദ്ദേഹം നേടിയ വിജയങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. യെസ്, ദ ഇൻസ്ക്രിപ്ഷൻ അടുത്ത പോയിന്റ് ആണ്. ദ ഇൻസ്ക്രിപ്ഷൻ ഈസ് കാർവ്ഡ് ഓൺ ദ സെയിം പില്ലർ ഓൺ ദാറ്റ് ഓഫ് അശോകൻ എഡിക്ട്സ്. അതായത് എന്താണ്? അശോകൻ എഡിക്റ്റ് ഉള്ള, അശോകൻ കാർവ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അശോകൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ അശോകന്റെ റോക്ക് എഡിക്റ്റുകളെ കുറിച്ച്, അല്ലെങ്കിൽ പില്ലർ എഡിക്റ്റുകളെ കുറിച്ചും റോക്ക് എഡിക്ട്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നല്ലോ. അപ്പം അശോകൻ എഡിക്റ്റ് ചെയ്ത, അല്ലെങ്കിൽ അശോകൻ എഡിക്റ്റ് ഇൻസ്ക്രൈബ് ചെയ്ത ആ സെയിം പില്ലറിൽ തന്നെയാണ് ആരും പില്ലർ എഡിക്റ്റ് ചെയ്തത്? സമുദ്രഗുപ്തയും പില്ലർ എഡിക്റ്റ് ചെയ്തത്. യെസ്, പോയിന്റ് കിട്ടിയോടെ? യെസ്, അപ്പൊ ആ പോയിന്റ് ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തൊരു പോയിന്റ് നോക്കൂ. ഹിസ് റൂൾ എക്സ്റ്റെൻഡഡ് ഓവർ എ സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, എൻകംപാസിംഗ് ദ എംപയർസ് ഇൻ പഞ്ചാബ് ആൻഡ് നേപ്പാൾ ടു ദി കാഞ്ചീപുരം. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇദ്ദേഹത്തിന് എന്താണ്, ഇദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ കിങ്ഡം കമ്പയർഡ് ടു ഹിസ് പ്രെഡിസിസർ, ഇദ്ദേഹത്തിന്റെ മുൻഗാമിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ്, ഇദ്ദേഹത്തിന്റെ കിങ്ഡം കുറച്ചുകൂടി വിശാലമായിരുന്നു. അവിടെ എന്തുണ്ട്, കുറച്ചുകൂടി ടെറിട്ടറീസിനെ ആഡ് ചെയ്തു. പിന്നെ എന്താണ്, കുറെ ടെറിട്ടറീസിനെ, ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻഡയറക്റ്റ് കൺട്രോളിൽ കൊണ്ടുവരാൻ തുടങ്ങി. കുറെ ചെറിയ ചെറിയ രാജ്യങ്ങളെയൊക്കെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കൺട്രോൾ തുടങ്ങി അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, കുറച്ചുകൂടി വലിയ ഒരു കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇന്ത്യൻ നെപ്പോളിയൻ. ഇദ്ദേഹത്തെ നമ്മൾ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് ഇദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണം എന്താണ്? കാരണം ഇത്രയുള്ള എന്താണ്, ഇദ്ദേഹം വാറിലൂടെയും കോൺക്വസ്റ്റുകളിലൂടെയും, by means of wars and conquest, he എന്ത് ചെയ്തു, he built a vast and powerful empire.
He built a vast and powerful empire. അദ്ദേഹം ഒരു വളരെ വലിയ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എംപയർ ഉണ്ടാക്കിയെടുത്തു. എങ്ങനെയാണ്? ത്രൂ വാർസ് ആൻഡ് കോൺക്വസ്റ്റ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സമുദ്രഗുപ്തയാണ് നമ്മൾ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. ഓക്കെ, അങ്ങനെ UPSCക്ക് ചോദിച്ചൂടാ എന്നൊന്നുമില്ല, ചിലപ്പോൾ ചോദിക്കാം. യെസ്, അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ അടുത്ത ടോപ്പിക് നോക്കൂ, എന്താണ്? He minted coins depicting the mythological theme of Ashwamedha, horse sacrifice, symbolizing his role as a restorer. അപ്പം അശ്വമേധ കോയിൻസ്. ഓക്കെ, അശ്വമേധ കോയിൻസ് എന്താണ്? അശ്വമേധം. ഓക്കെ, അശ്വമേധം എന്ന് പറയുന്നത് വെരി ലാർജ് ടെറിട്ടറി കയ്യിലുള്ള കിങ്സ് നടത്തുന്ന ഒരു വലിയൊരു സാക്രിഫൈസ് ആണ്, ഹോഴ്സ് സാക്രിഫൈസ് ആണ്. അപ്പൊ ആ ഹോഴ്സ് സാക്രിഫൈസ് നടത്തിയതിന്റെ അല്ലെങ്കിൽ ആ ഹോഴ്സ് സാക്രിഫൈസിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നതിന്റെ ചിത്രങ്ങളുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? കോയിൻസ് മിന്റ് ചെയ്തിട്ടുണ്ട്. ആര്? സമുദ്രഗുപ്ത. ആര്? നമ്മുടെ സമുദ്രഗുപ്ത. യെസ്, എടേ പോയിന്റ് കിട്ടിയോടെ? കുറിച്ച് വെക്കണേ. He adopted the title of Kaviraja, that is king among poets, due to his skill in poetry. അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹം ഒരു കവി ആയിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ഒരു ടൈറ്റിൽ കൂടെ സ്വീകരിച്ചു. എന്താണ്? കവിരാജ എന്നുള്ള ഒരു ടൈറ്റിൽ കൂടി അദ്ദേഹം സ്വീകരിച്ചു. അപ്പൊ അതാണ് സമുദ്രഗുപ്തയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് വരുന്നത് എന്താണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. അടുത്ത ആളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഹു ഈസ് ദാറ്റ് ജെന്റിൽമാൻ? ദാറ്റ് ഈസ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ദിസ് ചന്ദ്രഗുപ്ത സെക്കൻഡ് ഈസ് ഓൾസോ നോൺ ആസ്, ഇദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടി ഉണ്ടല്ലോ. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മറ്റൊരു പേരെന്താണ്? ചന്ദ്രഗുപ്ത വിക്രമാദിത്യ. ചന്ദ്രഗുപ്ത വിക്രമാദിത്യ. ഈ വിക്രമാദിത്യ എന്ന് പറയുന്ന ഒരാളുടെ പേരല്ല കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു സംശയം ഉണ്ടാവരുത്. ഈ വിക്രമാദിത്യ എന്ന് പറയുന്നത് ഒരു രാജാവിന്റെ പേരല്ല, മറിച്ച് അദ്ദേഹം അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ടൈറ്റിലാണ്. ഓക്കെ, അദ്ദേഹം അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ടൈറ്റിലാണ് ഈ വിക്രമാദിത്യ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ചന്ദ്രഗുപ്ത രണ്ടാമൻ അല്ലാതെയും എന്തുണ്ടായിട്ടുണ്ട്? മറ്റു പല വിക്രമാദിത്യന്മാരും നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറയുകയാണ്. വിക്രമാദിത്യ എന്ന് പറയുന്നത് ഒരു പേരല്ല, ഇൻസ്റ്റഡ് അതൊരു ടൈറ്റിൽ ആണ്. യെസ്, പോയിന്റ് കിട്ടിയോടെ? യെസ്, അപ്പം ഇദ്ദേഹത്തെ കുറിച്ച് മറ്റു കാര്യങ്ങളൊന്ന് നോക്കാം. എന്താണ് ഇദ്ദേഹത്തെ സംബന്ധിക്കുന്ന മറ്റു കാര്യങ്ങൾ? യെസ്, എന്താണ് ഇദ്ദേഹത്തെ സംബന്ധിക്കുന്ന മറ്റു കാര്യങ്ങൾ നോക്കാം. യെസ്, എന്തൊക്കെയാണ്? ത്രൂ ഹിസ് ഡോട്ടർ പ്രഭാവതി marriage to Rudrasena II, the prince from Vakataka kingdom in the Deccan, he indirectly ruled over the Vakataka kings. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം എന്താണ്? നമുക്ക് ഒരു PYക്ക് വന്നിട്ടുണ്ട്. PYക്ക് വന്നത് പ്രഭാവതിയെ കല്യാണം കഴിച്ചത് ആരാണെന്നൊന്നും അല്ല ചോദിച്ചത്. കണ്ടംപററി കിങ്ഡംസ് ഏതൊക്കെയാണ്? ഗുപ്ത ഡൈനാസ്റ്റിക്ക് കണ്ടംപററി ആയിരുന്ന മറ്റ് കിങ്ഡംസ് ഏതൊക്കെയാണ് എന്നായിരുന്നു ചോദ്യം വന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? ചന്ദ്രഗുപ്ത രണ്ടാമന്റെ, ചന്ദ്രഗുപ്ത സെക്കൻഡ് അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ മകളെ വിവാഹം കഴിച്ച വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുദ്രസേനൻ സെക്കൻഡ് ആണ്. ഓക്കെ, രുദ്രസേന സെക്കൻഡ് ആണ് ഓഫ് വകാതക ഡൈനാസ്റ്റി. അപ്പൊ അത് സംശയം വേണ്ട, ദേ ആർ കണ്ടംപററീസ്. അപ്പൊ ഇങ്ങനെ മാട്രിമോണിയൽ അലയൻസുകളൊക്കെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പം ഇങ്ങനെ ഇന്നവരുമായിട്ട് അല്ലെങ്കിൽ ഇപ്പം ഇന്ന രാജവംശവുമായിട്ട് മാട്രിമോണിയൽ അലയൻസ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ ഏത് ഡിനാസ്റ്റി, ഓക്കെ, ആ ഡിനാസ്റ്റി ഏതാണ് എന്ന് കൂടെ നോക്കുക. ഏകദേശം അവരുടെ പീരീഡുകളും ഒന്ന് ഒത്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ കിങ്ഡംസ് ആയിരുന്നു കണ്ടംപററി കിങ്ഡംസ് ആയിട്ട് ഉണ്ടായിരുന്നത് എന്ന്. യെസ്, ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്ന വലിയൊരു പോയിന്റ് എന്താണ്? വകാതകാസും ഗുപ്താസും എന്താണ്? കണ്ടംപററീസ് ആണ്. ആൻഡ് ദേ ഈവൻ entered into matrimonial relationship. Yes, they even entered into matrimonial relationships. Yes, അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കുറിച്ച് വെക്കണേ. യെസ്, അടുത്തൊരു പോയിന്റിലേക്ക് വരുന്നത് he successfully seized control over western Malwa and Gujarat regions from the Shakas. അപ്പൊ ശാഖകളെയും തോൽപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഗുജറാത്തും മൽവ റീജിയനും ഒക്കെ മാൽവകളിൽ നിന്ന് പിടിച്ചെടുത്തു. അടുത്തൊരു ടോപ്പിക് നോക്കൂ. An inscription on the iron pillar at Mehruli in Delhi, okay, indicated that his kingdom encompassed northwestern regions of India and Bengal. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് വരുന്നത്?
ഈ മഹറൂളി അയൺ പില്ലർ. ഇത് ഓർത്ത് വെക്കണേ, മഹറൂളി അയൺ പില്ലർ. കാലഘട്ടം നോക്കണം. മഹറൂളി അയൺ പില്ലർ. ഇതിലൊരു ഗരുഡന്റെ ചിത്രമാണ് മുകളിലുള്ളത്. ഓക്കെ, ഗരുഡന്റെ ചിത്രമാണ് മുകളിലുള്ളത്. അപ്പം ഇതൊന്ന് ഈ മഹറൂളി അയൺ പില്ലർ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം, കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മഹറൂളി അയൺ പില്ലർ ഓർത്ത് വെക്കണം, കാരണം ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. അപ്പൊ ആരുടെ സമയത്താണ്? ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ സമയത്താണ്. ഹി അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഓഫ് സിംഹ വിക്രമ ആൻഡ് വിക്രമാദിത്യ, സിംബലൈസിങ് ഹിസ് സ്ട്രെങ്ത് ആൻഡ് പവർ. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, അദ്ദേഹം വിക്രമാദിത്യ എന്നുള്ള ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തതായിട്ടേ നമുക്ക് അറിയുകയുള്ളൂ. അദ്ദേഹത്തിന് മറ്റൊരു ടൈറ്റിൽ കൂടി ഉണ്ടായിരുന്നു. അതേതാണ്? അത് സിംഹ വിക്രമ എന്നുള്ളതാണ്. സോ അദ്ദേഹത്തിന്റെ മറ്റൊരു ടൈറ്റിൽ എന്താണ്? ദാറ്റ് ഈസ് സിംഹ വിക്രമ. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. എന്താണ് അദ്ദേഹം ചെയ്തത്? മിന്റഡ് കോയിൻസ് ഓഫ് സിൽവർ, കോപ്പർ ആൻഡ് ഗോൾഡ്. ഗോൾഡ് കോയിൻസ് അറിയപ്പെടുന്നത് ദിനാര. വിത്ത് ഹിസ് കോയിൻസ് ഓഫൺ റെഫേർഡ് ടു ആസ് ചന്ദ്ര. ഓക്കെ, അപ്പം ചന്ദ്ര എന്നുള്ള ഒരു നാമധേയത്തിൽ അല്ലെങ്കിൽ നാമധേയം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കോയിൻസ് മിന്റ് ചെയ്തിട്ടുണ്ട് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഓക്കെ, യെസ്, ദി ഉദയഗിരി കേവ് ഇൻസ്ക്രിപ്ഷൻസ് മെൻഷൻഡ് ഹിസ് ദിഗ്വിജയ, സിഗ്നിഫൈങ് ഹിസ് കോൺക്വസ്റ്റ് ഓഫ് ദി എൻറ്റയർ വേൾഡ്. അപ്പം ഉദയഗിരിയിലെ കേവ് ഇൻസ്ക്രിപ്ഷൻ, ഉദയഗിരിയിലെ കേവ് ഇൻസ്ക്രിപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം ലോകം മുഴുവൻ കീഴടക്കുന്നതായി, ലോകം മുഴുവൻ ഇദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ വരുന്നതായിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ എവിടെയുണ്ട്? ഉദയഗിരി കേവ്സിലുണ്ട്. ദാറ്റ് ഈസ് സിംബലൈസിങ് ദിഗ്വിജയ. ഓക്കെ, ദിഗ്വിജയ, സർവ വിജയം. യെസ്, അടുത്തത് ആരാണ്? അടുത്തത് നോക്കൂ, കുമാരഗുപ്ത 1. ഓക്കെ, ഒന്നാം കുമാരഗുപ്തൻ. യെസ്, എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാനില്ല. ഇമ്പോർട്ടന്റ് ആയ 1-2 കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. നോക്കാം. ഹി അസ്യൂംഡ് ദ ടൈറ്റിൽ ഓഫ് ശക്രാദിത്യ ആൻഡ് മഹേന്ദ്രാദിത്യ ആസ് പാർട്ട് ഓഫ് ഹിസ് ഡെസിഗ്നേഷൻ. 2 ടൈറ്റിലുകളാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ്? ശർക്കാദിത്യയും മഹേന്ദ്ര ആദിത്യയും. ഹി പെർഫോംഡ് അശ്വമേധ സാക്രിഫൈസസ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അശ്വമേധ സാക്രിഫൈസുകൾ പെർഫോം ചെയ്തിട്ടുണ്ട്. He established Nalanda University, which gained global recognition as a educational institution. അപ്പം നളന്ദ യൂണിവേഴ്സിറ്റി, ഇവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് വരുന്നത്. എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് നളന്ദ യൂണിവേഴ്സിറ്റി. എന്തരുടെ? നളന്ദ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നോട്ട് വർത്തി ഇൻസ്ക്രിപ്ഷൻസ് ഫ്രം കുമാരഗുപ്ത വൺസ് റെയിൻ ഇൻക്ലൂഡ് ദോസ് ഫൗണ്ട് ഫ്രം കരന്തന്ത, മൻസോർ, ബിൽസാദ് ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് ദാമോദർ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, കാരണം നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് എവിടെ പഠിക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ല. ഏതാണ്? ദാമോദർ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, ദാമോദർ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. അസോസിയേറ്റഡ് വിത്ത് ആരാണ്? കുമാരഗുപ്ത. അസോസിയേറ്റഡ് വിത്ത് കുമാരഗുപ്ത. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ കുമാരഗുപ്തയെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. എന്താണ്? യെസ്, ഒന്നാമത്തെ ടോപ്പിക് എന്താണ്? അദ്ദേഹം നളന്ദ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നളന്ദ ഏത് സ്റ്റേറ്റിലാണ് എന്ന് ചോദിക്കാം. ഓക്കെ, അങ്ങനെ ചൂടാന്നൊന്നുമില്ല, അത് ബീഹാറിലാണ്. ഓക്കെ, അത് ബീഹാറിലാണ്. നളന്ദ ആരാണ് നശിപ്പിച്ചതെന്ന് ചോദിക്കാം. ഓക്കെ, നളന്ദ യൂണിവേഴ്സിറ്റി ആരാണ് തീയിട്ട് നശിപ്പിച്ചതെന്ന് ചോദിക്കാം. അത് ബക്തിയാർ ഖിൽജി ആണ്. ഓക്കെ, ബക്തിയാർ ഖിൽജി. ഓക്കെ, അപ്പൊ അങ്ങനെ നളന്ദയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏൻഷ്യന്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പൊ ഈ ടോപ്പിക്കുകൾ കുമാരഗുപ്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ടോപ്പിക് ജസ്റ്റ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോവുക. യെസ്, സംഭവം സെറ്റല്ലേ? സംഭവം സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് സ്കന്ദഗുപ്ത. ഓക്കെ, സ്കന്ദഗുപ്ത അദ്ദേഹവും എന്ത് ചെയ്തിട്ടുണ്ട്? ഹി ഓൾസോ അസ്യൂംഡ് ദ ടൈറ്റിൽ ഓഫ് വിക്രമാദിത്യ ആസ് പാർട്ട് ഓഫ് ഹിസ് റോയൽ ഡെസിഗ്നേഷൻ. ഓക്കെ, an inscription found in Junagadh Girnar during his reign mentioned that his governor Parandatta undertook the repair of Sudarshana Lake. Okay, അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അവിടെ വന്നിട്ടുണ്ട്. എന്താണ്?
ഗിർണറിലുള്ള അല്ലെങ്കിൽ ജുനാഗഡിലുള്ള ഇൻസ്ക്രിപ്ഷൻ പറയുന്നുണ്ട് എന്താണ്? സുദർശന തടാകം ഗുജറാത്തിലുള്ള ഒരു തടാകമാണ്. അപ്പൊ ഈ സുദർശന തടാകം ആര് റിപ്പയർ ചെയ്തിട്ടുണ്ട്? സ്കന്ദഗുപ്തയുടെ മിനിസ്റ്റർ ആയിട്ടുള്ള പരന്തത്ത റിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഫോളോയിങ് ഹിസ് ഡെത്ത്, ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഫോളോയിങ് ഹിസ് ഡെത്ത് സെവറൽ സക്സസേഴ്സ് സച്ച് ആസ് പുരുഗുപ്ത, കുമാരഗുപ്ത, ബുദ്ധഗുപ്ത, നരസിംഹഗുപ്ത, കുമാരഗുപ്ത III ആൻഡ് വിഷ്ണുഗുപ്ത to protect the empire, tried to protect the empire from Huns. അപ്പൊ എന്താണ്? ഗുപ്തന്മാരുടെ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ സ്കന്ദഗുപ്തയുടെ മരണത്തോടു കൂടിയിട്ട് എന്ത് സംഭവിക്കുകയാണ്? ഈ പറയുന്ന പ്രശസ്തി അല്ലെങ്കിൽ ദി പവർ, ഓക്കെ, അവർക്ക് എന്താണ്? ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈലി സെൻട്രലൈസ്ഡ്, മാത്രമല്ല എന്താണ്, ഹൈലി സെൻട്രലൈസ്ഡ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു എംപയറിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു. ഓക്കെ, ഹൈലി പവർഫുള്ളും ഹൈലി സെൻട്രലൈസ്ഡുമായിട്ടുള്ള, നമുക്കറിയാം ഏൻഷ്യന്റ് കിങ്ഡംസ് എപ്പോഴൊക്കെയാണ് കിങ്ഡംസ്, ഏൻഷ്യന്റ് വേണ്ട മിഡീവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കിങ്ഡംസ് എപ്പോഴാണ് വീക്ക് ആവുന്നത്? അതിന്റെ സെൻട്രലൈസേഷൻ ടെൻഡൻസി കുറഞ്ഞുകൊണ്ട് ഡീസെൻട്രലൈസ് ആകുമ്പോൾ എന്ത് ചെയ്യും? ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം അങ്ങ് പ്രഖ്യാപിച്ച് രാജ്യം കഷ്ണം കഷ്ണമായി ഛിന്ന ഭിന്നമായി പോകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം സ്കന്ദഗുപ്തയുടെ കാലത്തിന്റെ അവസാനത്തോടു കൂടി എന്ത് ചെയ്തു? ബിഗിനിങ് ഓഫ് ദി എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ബൈ ദി ഡെത്ത് ഓഫ് സ്കന്ദഗുപ്ത. ഓക്കെ, അങ്ങനെ വേണേ പറയാലോ. ഒടുക്കത്തിന്റെ തുടക്കം എന്താണ്? ഗുപ്താസിന്റെ ബിഗിനിങ് ഓഫ് ദി എൻഡ് ഹാസ് സ്റ്റാർട്ടഡ്. അവിടെ ആരംഭിച്ചിരുന്നു. യെസ്, ഹാഡ് സ്റ്റാർട്ടഡ് ആരംഭിച്ചിരുന്നു. അപ്പൊ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അപ്പം സ്കന്ദഗുപ്തയും കിട്ടി. അപ്പം ഈ കിങ്സിനെ കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട്, അവർ ഏത് വർഷം വന്നു, അവർ എന്ത് ചെയ്തു, അവരാരെ കല്യാണം കഴിച്ചു, ഓക്കെ, അവർക്ക് എത്ര മക്കളുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളല്ല പഠിക്കേണ്ടത്. ഇതിൽ ഞാൻ ചില പോയിന്റ്സ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യേകമായിട്ട് നിങ്ങളോട് പഠിക്കാനായിട്ടും മാർക്ക് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റുകളൊക്കെ മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് മാത്രം ഒരു ചെറിയൊരു നോട്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങളത് മുന്നോട്ട് പോയാൽ മതി. യെസ്, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ഈ ഗുപ്ത എംപയറിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും അവരുടെ പൊളിറ്റിയെ കുറിച്ചും ഒരു ഏകദേശ രൂപം ഉണ്ടാക്കിയെടുക്കാം. ഗുപ്ത എംപയർസ് അഡ്മിനിസ്ട്രേഷൻ വാസ് മാർക്ക്ഡ് ബൈ വെൽ ഓർഗനൈസ്ഡ് ഡിവിഷൻസ് ആൻഡ് ഹയറാർക്കിക്കൽ സ്ട്രക്ചർ. ഇത്രയേ ഉള്ളൂ. ഹൈലി സെൻട്രലൈസ്ഡ് ആയിരുന്നു. ഓക്കെ, ദ ഗുപ്ത എംപയർ വാസ് ഹൈലി സെൻട്രലൈസ്ഡ്. യെസ്, അടുത്തത് ഇനി അതിലെ രാജാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് ദ ലിഞ്ച് പിൻ ഓഫ് ദ ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ. ആണിക്കല്ലായിരുന്നു. അസ്യൂമിംഗ് ടൈറ്റിൽസ് ലൈക്ക് പരമേശ്വര, അങ്ങനെ ഒരുപാട് ടൈറ്റിൽസ് അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിരുന്നു. റിഫ്ലക്ടിംഗ് ദെയർ ഡിവൈൻ സ്റ്റാറ്റസ് അക്കിൻ ടു ഡൈറ്റീസ് ഓൺ എർത്ത് ആസ് പെർ സ്മൃതീസ്. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവരൊരു ഈ പറയുന്ന വീരശൂര പരാക്രമികളായിട്ടുള്ള വിക്രമാദിത്യ, മഹേന്ദ്ര ആദിത്യ, ഓക്കെ, അങ്ങനെയുള്ള പേരുകൾ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ്? പരമേശ്വര, അങ്ങനെയുള്ള ടൈറ്റിൽസും ഇവർ സ്വീകരിച്ചിരുന്നു. അതെന്താണ്? ഒരു ഡിവിനിറ്റി ഇൻ കിങ്ഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡിവിനിറ്റി ഇൻ കിങ്ഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. യെസ്, എടേ പോയിന്റ് കിട്ടിയോടെ? യെസ്, ആ പോയിന്റ് കിട്ടിയോ? യെസ്, ഇനി എന്തായിരുന്നു മൊണാർക്കിന്റെ അല്ലെങ്കിൽ രാജാവിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു? ഫോർമുലേറ്റിംഗ് സ്റ്റേറ്റ് പോളിസീസ് ഫോർ വാർ ആൻഡ് പീസ്, safeguarding realm of its citizens, leading military in conflicts, supporting brahmanas, ശ്രമണാസ് and the needies. അപ്പം അതിനൊരു റിലീജിയസ് ആയിട്ടുള്ള കാര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ താഴോട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വരും അവരുടെ റിലീജിയസ് പോളിസീസ് എന്തായിരുന്നു എന്നൊക്കെ. ഹോണറിംഗ് സ്കോളേഴ്സ് ആൻഡ് റിലീജിയസ് ഫിഗേഴ്സ്, ആക്ടിംഗ് ആസ് ചീഫ് അഡ്ജുഡിക്കേറ്റർ, delivering justice based on sacred laws and traditions, appointing key and central provincial officials. അപ്പൊ ഇതിൽ നമ്മൾ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം എന്താണ് ഒരു കുറച്ചുകൂടെ എന്താണ് ഒരു ഡിവൈൻ ടച്ച് ഉള്ള കിങ്. എന്താണ്? പൊളിറ്റിക്കൽ ജുഡീഷ്യൽ മാത്രമല്ല, കിങ് പൊളിറ്റിക്കൽ ഡ്യൂട്ടീസ് ചെയ്തിരുന്നു, ജുഡീഷ്യൽ ഡ്യൂട്ടീസ് ചെയ്തിരുന്നു, മിലിറ്ററി ഡ്യൂട്ടീസ് ചെയ്തിരുന്നു. അത് എല്ലാ രാജാവും ചെയ്യേണ്ട ഡ്യൂട്ടികളാണ്, അല്ലെങ്കിൽ എല്ലാ രാജാക്കന്മാരും ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണ് ഈ ഡ്യൂട്ടീസ്. ഇതൊന്നും പോരാഞ്ഞിട്ട് എന്തുകൂടെ ചെയ്തിട്ടുണ്ട്? ചില റിലീജിയസ് ആയിട്ടുള്ള ഡ്യൂട്ടീസും കൂടെ എന്ത് ചെയ്തിരുന്നു? കിങ്ങിൽ എൻട്രസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, ചില റിലീജിയസ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് കൂടി
കിങ്ങിൽ എൻട്രസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ പോയിന്റ് കൂടെ എന്ത് ചെയ്യണം, ആ പോയിന്റ് കൂടെ എന്റെ മക്കളൊന്ന് ഓർത്തു വെക്കണം. ചില റിലീജിയസ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് കൂടി കിങ്ങിൽ എൻട്രസ്റ്റ് ചെയ്തിരുന്നു. പക്കാ സെറ്റ് അല്ലേടെ, ശരി, സംശയമൊന്നുമില്ലല്ലോ, പക്കാ സെറ്റ് അല്ലേ. അപ്പൊ അടുത്ത ടോപ്പിക് ഇനി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇവരുടെ കിങ്ങിന് ശേഷം താഴെ വരുന്നത് സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോഡി എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ഇതിനെന്താണ് പറയുക, മഹാനന്ദ നായക. അപ്പൊ ഇവിടെ വരുന്നത് എന്താണ്, ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ഹി വാസ് മഹാദണ്ഡ നായക. സപ്പോർട്ടഡ് ദ കിങ്സ് ഇൻ ജുഡീഷ്യൽ അതോറിറ്റീസ്. അപ്പൊ ജുഡീഷ്യൽ രാജ്യകാര്യങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളില് രാജാവിനെ സഹായിച്ചിരുന്നത്, രാജാവിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന ആരാണ്, മഹാദണ്ഡ നായക. ഇനി പ്രൊവിൻഷ്യൽ ജുഡീഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് വേർ മാനേജ്ഡ് ബൈ ഉപരികാസ് വയൽ വിഷയാപതീസ് ടുക്ക് ഓവർ ഡിസ്ട്രിക്ട് ലെവൽ മാറ്റേഴ്സ്. അപ്പൊ ആ ഒരു ഹൈറാർക്കി കിട്ടുന്നുണ്ടോ, ഓർത്ത് വെക്കുക. വില്ലേജ് ഡിസ്പ്യൂട്ട്സ് വേർ ടിപ്പിക്കലി സെറ്റിൽഡ് ബൈ ഹെഡ്മൻ ആൻഡ് എൽഡേഴ്സ്. Okay, notably Fahian, the Chinese traveler, observed that the absence of capital punishment important ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫഹിയാൻ, ഓക്കെ, ഫാഹിയാന്റെ ഒബ്സർവേഷൻസിൽ അല്ലെങ്കിൽ വിദേശ യാത്രികര് ഇന്ത്യയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ UPSCക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഇത് പ്രത്യേകമായിട്ടൊന്ന് ഓർത്തു വെക്കുക. ഫഹിയാൻ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്, there was capital punishment was absent. ഓക്കെ, ഫാഹിയാൻ പറയുന്നതാണ് അവിടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകളിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി മഹാപ്രതിഹാര, ദി പാലസ് ഗാർഡ് ചീഫ് ആൻഡ് പ്രതിഹാര, ദി സെറിമോണിയൽ ഓവർസിയർ വേർ അതർ സിഗ്നിഫിക്കന്റ് ഒഫീഷ്യൽസ്. അപ്പൊ എന്താണ്, പാലസിന്റെ കാര്യങ്ങൾ നോക്കാൻ ആരുണ്ട്, മഹാപ്രതിഹാരയുണ്ട്. പിന്നെ സെറിമോണിയൽ ഓവർസിയർ, അതായത് സെറിമോണിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പ്രതിഹാരയുമുണ്ട്. An intelligence network was operational and Dudagas were tasked with executing land grants. Okay, land ഗ്രാൻഡുകൾ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു ഗുപ്ത ഡിനാസ്റ്റി ആണ് എന്ത് ചെയ്തിരുന്നത്, വലിയ ലാർജ് സ്കെയില് ലാൻഡ് ഗ്രാൻസും which ultimately result in the ഫ്യൂഡലിസം. അപ്പം ഗുപ്താസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലാർജ് സ്കെയിൽ ലാൻഡ് ഗ്രാൻസ് കൊടുത്ത് ഈ ഇന്ത്യയില് ഫ്യൂഡലിസത്തിന്റെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തത്. ഈ ലാൻഡ് ഗ്രാൻസിൽ നിന്നാണ് പിന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ മിഡിൽ ഏജസിൽ നമ്മൾ കാണുന്ന ഫ്യൂഡലിസം അങ്ങോട്ട് തഴച്ചു വളർന്നത്. സോ അപ്പൊ ആ പോയിന്റ് എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കണം. അപ്പൊ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ. അടുത്തത് നോക്കൂ, അടുത്ത ഒരാളെ കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുണ്ട്. ആരാണ് അദ്ദേഹം, ദാറ്റ് ഈസ് മഹാസന്ധി വിഗ്രാഹിക. ഓക്കെ, മഹാസന്ധി വിഗ്രാഹിക മാനേജ്ഡ് ദി അഫയേഴ്സ് ടു വാർ ആൻഡ് പീസ്. ഓക്കെ, യുദ്ധവുമായിട്ടും സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്ന വ്യക്തി ആരാണ്, മഹാസന്ധി വിഗ്രാഹിക എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം ഈ ഓഫീസേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം, കാരണം അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ ഫാഹിയാന്റെ കാര്യം പറഞ്ഞു, അത് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോക്കണം. യെസ്, ആർമി എന്ന് പറയുന്നത് എന്താണ്, അത് കുറച്ചുകൂടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആർമി ആയിരുന്നു. ദി സിസ്റ്റം എൻഷുർഡ് എ വെൽ മെയിൻറ്റൈൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് മിലിറ്ററി റെഡി ഫോർ ദി ഡിഫൻസ് ആൻഡ് എക്സ്പാൻഷൻ വെൻ നെസസറി. ദ മിലിറ്ററി ഓർഗനൈസേഷൻ വേർ ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ് ഇൻക്ലൂഡ് കിങ്. ഓക്കെ, കിങ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, സർവ്വസൈന്യാധിപൻ. കിങ് ആയിരുന്നു എല്ലായ്പ്പോഴും യുദ്ധം നയിച്ചിരുന്നത്. രണ്ടാമത്തെ ആളാണ് സന്ധി വിഗ്രാഹിക, മിനിസ്റ്റർ റെസ്പോൺസിബിൾ ഫോർ, നേരത്തെ പറഞ്ഞ ആള്. ഓക്കെ, വാർ ആൻഡ് പീസ്. അടുത്ത ആളാരാണ്, മഹാബലാധികൃത. ഓക്കെ, ആരാണ്, ഹൈ റാങ്കിങ് മിലിറ്ററി ഒഫീഷ്യൽ ആണ് മഹാബലാധികൃത. യെസ്, പിന്നെ സ്പെഷ്യലൈസ്ഡ് കമാൻഡേഴ്സ് ഉണ്ടായിരുന്നു. ആരാണ്, പിലുപതി. ഓക്കെ, പിലുപതി ആരാണ്, ഈ ആനയുടെ കാര്യങ്ങൾ നോക്കുന്നതായിരുന്നു പിലുപതി. പിന്നെ അശ്വപതി, കുതിരപ്പടയുടെ കാര്യങ്ങൾ നോക്കുന്നവരെ അശ്വപതി എന്നായിരുന്നു വിളിച്ചിരുന്നത്. നരപതി എന്ന് പറഞ്ഞാൽ ഇൻഫെൻട്രി. ഓക്കെ, അപ്പം ഇൻഫെൻട്രി ഉണ്ട്, കാവലറി ഉണ്ട്, എലിഫെൻട്രി ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കുന്ന എല്ലാത്തിനും ഇൻഫെൻട്രിയുടെ തലവനെ നമ്മൾ എന്താണ് വിളിക്കുക, നരപതി എന്നാണ് വിളിക്കുക. അശ്വപതി എന്ന് പറഞ്ഞാൽ അത് കാവലറിയുടെ തലവനാണ് അശ്വപതി. പിന്നെ എലിഫെൻട്രിയുടെ തലവനാണ് പിലുപതി. ഇത് ഓർത്തു വെക്കുക. അടുത്തത് രണബന്ധ ഗർഹിക. ഓക്കെ, രണബന്ധ ഗർഹിക, ആൻ ഓഫീസർ ഇൻചാർജ് ഓഫ്
മിലിറ്ററി സപ്ലൈസ് ആൻഡ് സോൾജിയേഴ്സ് വെൽഫെയർ. അപ്പൊ എന്താണ് മിലിറ്ററി സപ്ലൈസ്, പട്ടാളക്കാർക്കുള്ള സപ്ലൈസ്, അതിനൊരു ബുദ്ധിമുട്ടില്ലാതെ കൃത്യമായിട്ട് സപ്ലൈസ് എത്തണം. ഓക്കെ, യുദ്ധത്തിന് പോയിരിക്കുന്നതായതുകൊണ്ട് സപ്ലൈസിൽ ഷോർട്ടേജ് വരാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, രണബന്ധ ഗാരിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ഓഫീസറെയും കൂടെ നിയോഗിച്ചിട്ടുണ്ട്. അടുത്തത് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് കുറച്ചുകൂടി എളുപ്പമാണ്, നോക്കാം നമുക്ക്. പ്രൈമറി ഫിസിക്കൽ സോഴ്സ് വാസ് എന്താണ്, ലാൻഡ് റവന്യൂ ആൻഡ് ഫൈൻസ്. ഓക്കെ, അത് നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാ കാലത്തും, ഓക്കെ, നമ്മളിപ്പോ മൗര്യാസ് ആദ്യകാലങ്ങളിൽ കുറച്ച്, ആദ്യത്തെ നമ്മുടെ വേദിക് കാലഘട്ടം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാലഘട്ടത്തിലും എന്താണ്, ലാൻഡ് റവന്യൂ ആണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. വേദിക് കാലഘട്ടം, ഏർലി വേദിക് കാലഘട്ടത്തിൽ മാത്രമാണ് എന്ത് വരുന്നത്, വാർബൂട്ടി സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട്, ഇമ്പോർട്ടന്റ് സോഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഗുപ്താസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റവന്യൂ സോഴ്സ് എന്തായിരുന്നു, അത് ലാൻഡ് റവന്യൂ ആയിരുന്നു. അടുത്തത് അക്ഷപഥാലധികൃത, ഓവർസോ ദി അക്കൗണ്ട് രജിസ്റ്റേഴ്സ് ആൻഡ് എൻഷുറിംഗ് ദി കളക്ഷൻ ടു റോയൽ ട്രഷറി ആൻഡ് ദി പ്രിവെൻഷൻ ഓഫ് ഫിനാൻഷ്യൽ മിസ്കണ്ടക്ട്. അപ്പൊ എന്താണ്, നമ്മൾ ഇന്നത്തെ CAG എന്നൊക്കെ പറയുന്നത് പോലെ, ഇന്നത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്, വേറൊരു ഓഫീസർ ഉണ്ടായിരുന്നു. അടുത്തത് എന്താണ്, പുഷ്ടപാല മെയിൻറ്റെയിൻഡ് റെക്കോർഡ്സ് ആൻഡ് വെരിഫൈഡ് ട്രാൻസാക്ഷൻസ്. അപ്പൊ വെരിഫൈഡ് റെക്കോർഡുകൾ, ഇപ്പോഴത്തെ രജിസ്ട്രാർ എന്നൊക്കെ പറയുന്നത് പോലെ എന്തുണ്ട്, മറ്റൊരു ഓഫീസ് ഉണ്ടായിരുന്നു, ദാറ്റ് വാസ് ദ ഓഫീസ് ഓഫ് പുഷ്ടപാല. നൗ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. ഉപരിക ടാക്സ് വാസ് ഇമ്പോസ്ഡ് ഓൺ commodities like textiles, oils during intercity trade, etc. Merchants paid commercial tax known as sulka. Okay, merchants paid commercial tax known as sulka. The king could mandate labor, that is vishti. Okay, vishti എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. Okay, vishti എന്ന് പറയുന്നത് എന്താണ്, wageless labor ആണ്. Wageless compulsory labor for the state ആണ്. എന്താണ്, വേജ്ലെസ് കമ്പൽസറി ലേബർ ഫോർ ദി സ്റ്റേറ്റ്. നമുക്ക് ജോലിയൊന്നും, നമുക്ക് കൂലിയൊന്നും തരില്ല എന്ന് മാത്രമല്ല, നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ അതികഠിനമായ ശിക്ഷകൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ രാജാവിന് എന്ത് ആവശ്യമെങ്കിൽ വിഷ്ടിയിലേക്ക് നമ്മളെ ക്ഷണിക്കാം. അതല്ല എങ്കിൽ ലാൻഡ് ടാക്സ്, ബലിയായിട്ട് ലാൻഡ് ടാക്സ് കളക്ട് ചെയ്യാം. അതല്ലാതെ എന്ത് ചെയ്യാം, അഡീഷണൽ ടാക്സസും കളക്ട് ചെയ്തിരുന്നു. അപ്പം അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പിന്നെ രാജാവിന്റെ എക്സ്പെൻസസ്, ഓക്കെ, റോയൽ ഇൻകം. ഓക്കെ, രാജാവിന്റെ അല്ലെങ്കിൽ റോയൽ ആയിട്ടുള്ള ഇൻകം എവിടെ നിന്ന് വരുന്നു, റോയൽ ഇൻകം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് നോക്കാം. അത് സോഴ്സസ് ഓഫ് റോയൽ ഇൻകം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോഫിറ്റ് ഫ്രം റോയൽ എസ്റ്റേറ്റുകള്, വുഡ്ലാൻഡ്സ്, പിന്നെ എന്താണ്, ഡിസ്കവറീസ്, മിനറൽ എക്സ്കവേഷൻസ്, സാൾട്ട് പ്രൊഡക്ഷൻ, എക്സെട്ര. അപ്പൊ റോയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, കൂടുതലും എന്താണ്, ഈ പറയുന്ന പോലെ വുഡ്ലാൻഡ്സ് തന്നെയാണ്. വുഡ്ലാൻഡ്സ് ആൻഡ് ബാംബു. ഓക്കെ, ബാംബു, ഓക്കെ, ബാംബു, വുഡ്ലാൻഡ്സ്, അങ്ങനെ അല്ലാതെ റബ്ബറും തേയിലയൊന്നും അല്ല. റോയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കൂടുതലും എന്താണ്, ഫോറസ്റ്റഡ് ലാൻഡ് തന്നെയാണ്. അതൊക്കെ വെട്ടി അവിടെയുള്ള തടികളൊക്കെ മറ്റേ വസ്തുക്കൾ ഉണ്ടാക്കാനൊക്കെ വിൽക്കുകയും, മുള മറ്റേ ആയുധങ്ങൾ, ചെറിയ ചെറിയ ആയുധങ്ങൾ ഉണ്ടാക്കാനും ഹാൻഡിക്രാഫ്റ്റിനൊക്കെ ആയിട്ട് വിൽക്കുകയും, അങ്ങനെയുള്ള പരിപാടിയാണ് രാജാവിനൊരു വരുമാനം നേടിക്കൊടുത്തിരുന്നത്. പിന്നെ മിനറൽ എക്സ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു, അയേൺ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്, അയേണ്, കോപ്പർ തുടങ്ങിയ മിനറൽസ് ആയിരുന്നു എക്സ്ട്രാക്ട് ചെയ്തിരുന്നത്. ആൻഡ് സാൾട്ട് പ്രൊഡക്ഷൻ, നമുക്കറിയാം ദ സ്റ്റേറ്റ് ഹാഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻഡ് മൊണോപ്പൊളി ഇൻ സാൾട്ട് പ്രൊഡക്ഷൻ. സ്റ്റേറ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് എല്ലായ്പ്പോഴും സാൾട്ട് പ്രൊഡക്ഷനിൽ ഒരു മൊണോപ്പൊളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റ് ജസ്റ്റ് ഓർത്ത് വെക്കുക. അടുത്തത് എന്താണ്, പ്രോവിൻസസ്, ഡിസ്ട്രിക്ട്സ് ആൻഡ് വില്ലേജസ്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കൂ. അതായത് അവരുടെ താഴെത്തട്ടിലേക്കുള്ള ആ ഒരു ഗവർണൻസ് സ്ട്രക്ചർ ആണ് നമ്മളിവിടെ നോക്കുന്നത്. ദി ഗുപ്ത എംപയർ വാസ് ഓർഗനൈസ്ഡ് ഇൻടു ടെറിട്ടോറിയൽ ഡിവിഷൻസ് നോൺ ആസ് ദേശാസ്, രാഷ്ട്രാസ്, ബുക്തീസ്. ഓക്കെ, ആസ് റിക്കാർഡഡ് ഇൻ ഹിസ്റ്റോറിക്കൽ ഇൻസ്ക്രിപ്ഷൻസ്. ഇവരെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇന്ന് സ്റ്റേറ്റുകളും തിരിക്കുന്നത് പോലെ ദേശങ്ങളെന്നോ രാഷ്ട്രങ്ങളെന്നോ ബുക്തീസ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഉപരികാസ് അപ്പോയിന്റഡ് ബൈ ദ കിങ് അഡ്മിനിസ്ട്രേഡ് ബുക്തീസ് വിച്ച് വാസ് ഫർദർ സെഗ്മെന്റഡ് ഇൻടു വിഷയാസ്. These districts were managed by officials known as Ayuktaka or Vishayapati appointed by the provincial governors. അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർമാരുണ്ടായിരുന്നു, they were known as Vishayapatis. In Bengal, district administration involved an Adhikarana, that is office, which include representatives of local communities like
മർച്ചന്റ് ലീഡേഴ്സ്, കാരവാൻ ചീഫ്, ആർട്ടിസാൻ ഹെഡ്, സ്ക്രൈബ് കമ്മ്യൂണിറ്റി ഹെഡ്. ഓക്കെ, ലൈക്ക് എന്താണ്? അപ്പൊ ബംഗാളിൽ എന്തുണ്ടായിരുന്നു? ഒരു ഡെമോക്രാറ്റിക് എലമെന്റ് ബംഗാളിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഒരു ഡെമോക്രാറ്റിക് എലമെന്റ് എവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നു? ബംഗാളിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു നമുക്ക് പറയാൻ സാധിക്കും. യെസ്, അടുത്തത് എന്താണ്? വില്ലേജ് ലൈഫ് ആൻഡ് ഒക്യുപ്പേഷൻ. ജസ്റ്റ് അതൊന്ന് നോക്കുക. എന്താണ്? വില്ലേജസ് were composed of various professional groups including carpenters, weavers, potters, goldsmiths, farmers, and who likely formed the local bodies for managing village affairs. അപ്പൊ വില്ലേജ് അഫയേഴ്സ് എന്താണ്? ഒരു ലോക്കൽ ബോഡി അവർക്ക് ഉണ്ടായിരുന്നു എന്ന് കരുതണം. The disputes within the village were resolved with the help of grama buddhas or village elders, emphasizing a community based approach in governance. അപ്പൊ കുറച്ചുകൂടെ എന്തായിരുന്നു? കുറച്ചുകൂടെ ഒരു ഈ ചെറിയ പെറ്റി ഫൈറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ പെറ്റി ഫൈറ്റുകളൊന്നും എന്ത് ചെയ്യില്ല, രാജാവിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ മഹാദണ്ഡനായകയുടെ അടുത്തേക്കോ ഒന്നും എത്തില്ല. അതെന്ത് ചെയ്യും? അത് അവിടെ ആ പ്രദേശത്തുള്ള എൽഡേഴ്സ് തന്നെ പറഞ്ഞ് ബറാബറാക്കി വിടും. ഓക്കെ, അടുത്തത് എന്താണ്? റിലീജിയസ് ഡെവലപ്മെന്റ്സ് ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്. വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ എന്താണ്? ദ ഗുപ്ത എംപയർ എക്സ്പീരിയൻസ് ഫേവറബിൾ ആൻഡ് എക്കണോമിക് സോഷ്യൽ കണ്ടീഷൻസ്, ഫോസ്റ്റേർഡ് കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അവിടെ നിൽക്കട്ടെ. Fakhian, a Chinese traveler, provides insight to the economic life of Gupta Empire. He mentioned that Magadha was filled with the cities and the people supported through charitable offerings. അപ്പൊ എന്താണ്? റിലീജിയസ് ലൈഫ്, അവരുടെ എന്താണ്? റിലീജിയസ് ഡെവലപ്മെന്റ് കുറച്ചുകൂടി എന്താണ്? കുറച്ചുകൂടി ഒരു സ്ട്രോങ് റിലീജിയസ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പറയാം എന്താണ്? ഓർ എ മോർ റിലീജിയസ് സ്റ്റേറ്റ് ആയിട്ട് എന്ത് മാറി? സ്റ്റേറ്റ് ആയിട്ട് ഗുപ്ത എംപയർ മാറി. ഗുപ്ത എംപയർ ഒരു മോർ റിലീജിയസ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റിലീജിയസ് സ്റ്റേറ്റ് ആയിട്ട് മാറി. യെസ്, അടുത്ത വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഗുപ്ത കോയിനേജ്. ഗുപ്തസിന്റെ കോയിനേജ്. കാരണം അത് കൃത്യമായിട്ട് ഞാൻ പറയാം. കാരണം എന്താണ്? ഈ ഗുപ്ത കോയിനേജിന് ഇതിനു മുമ്പുണ്ടായിരുന്ന കുഷാന കോയിൻസുമായിട്ട് സെവറൽ ഡിഫറൻസസ് ഉണ്ടായിരുന്നു. ഓക്കെ, സെവറൽ ഡിഫറൻസസ് ഈ പറയുന്ന ഗുപ്ത കോയിൻസും കുഷാന കോയിൻസും തമ്മിൽ ഉണ്ടായിരുന്നു. അത് നോക്കാം. ഗുപ്ത issued large number of gold coins known as dinaras. The coins were regular in size and weight, depicting Gupta kings and showcase their love for war and art. While not as pure as Kushana coins, Gupta coins served as a mean of exchange for the military or administrative officials as well as land transactions. അപ്പം ഇവിടെയാണ് ഒന്നാമത്തെ പോയിന്റ് വരുന്നത്. അതെന്താണ്? ശരിയാണ്, കോയിൻസ് ഇറക്കുമതി ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് കോയിൻസ് അവര് അടിച്ചിറക്കിയിരുന്നു. ഓക്കെ, മിന്റ് ചെയ്ത് ഇറക്കിയിരുന്നു. പക്ഷെ എന്താണ്? ദേ ആർ നോട്ട് പ്യുവർ ഗോൾഡ് കോയിൻസ്. ഇതിന് മുമ്പ് ഉണ്ടാക്കിയിരുന്ന കുഷാനാസ് ഇറക്കിയിരുന്ന എന്താണ്? അത് തനി തങ്കമായിരുന്നു. ഇതിൽ എന്ത് ചെയ്തു? ഇവര് ഇച്ചിരി ചെമ്പൊക്കെ ചേർത്ത് ഗോൾഡ് കോയിൻ ഇറക്കുന്നുണ്ടല്ലോ രാജാവ്, അത് ഇറക്കുന്നുണ്ട്. പക്ഷെ പ്യുവർ ആണോ? അത് പ്യുവർ അല്ല. ഓക്കെ, ആ ഒരു ലൈനിലേക്ക് എന്ത് ചെയ്തു? ഇതിന്റെ അവസ്ഥ എത്തിപ്പോയി. The Guptas also issued silver coins after their conquest of Gujarat. Okay. Yes. The use of copper coins was limited compared to Kushanas. അപ്പൊ എന്താണ്? കോപ്പർ കോയിൻസ് എന്താണ്? കുഷാനാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോക്കൽ അവരുടെ കോപ്പർ കോയിൻസിന്റെ അളവ് എന്താണ്? അത് വളരെ കുറവാണ്. അതുകൂടെ ഓർത്ത് വെക്കുക. ഇനി ഇതാണ് നമ്മൾ അത് അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരുന്നത്. ഗുപ്താസിന്റെ ഒരു ഡിക്ലൈനിലേക്ക് നമ്മളൊന്ന് പോയി നോക്കുകയാണ്. അപ്പത്തെ ഒരു സാഹചര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഡിക്ലൈൻ ഇൻ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, ഈ ഗുപ്താസിന്റെ ടൈമില് നമ്മള് ദി ബ്രാഹ്മണിക്കൽ റിലീജിയൻ എന്ത് ചെയ്തു? റിലീജിയൻ became so strong and powerful. ഈ പറയുന്നത് പോലെ കാസ്റ്റ് സിസ്റ്റവും സ്ലേവറിയും ഒക്കെ എന്ത് ചെയ്തു? വളരെ ഒരു അലാമിംഗ് റേറ്റിൽ എന്ന് വേണമെങ്കിൽ പറയാം വളരുകയും അത് നോർമലൈസ് ആവുകയും ചെയ്തു. ഓക്കെ, അത് ഈ ഗുപ്താസിന്റെ ആദ്യ കാലഘട്ടങ്ങൾ അത് വലിയ രീതിയിൽ വളർച്ച പ്രാപിക്കുകയും പിന്നീട് അത് എന്ത് ചെയ്തു? പിന്നീട് അത് നോർമലൈസ് ആയി. ഓക്കെ,
ഒരാൾ ഇന്ന ജാതിയിൽ ജനിച്ചു, അന്ന് അവൻ ഈ പണിയെ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഡിവിഷൻ ഓഫ് ലേബർ, അതായത് റിജിഡിറ്റി ഓഫ് കാസ്റ്റ് റിജിഡിറ്റി എന്തായി, അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമായി. ഓക്കെ, ഡിവിഷൻ ഓഫ് ലേബറിൽ നിന്നുള്ള എന്തായി, ഡിവിഷൻ ഓഫ് ലേബർ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ലേബറർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അതായത് എന്താണ്, യുവർ ഫാദർ വാസ് എ ട്രേഡർ, സോ യു ഹാവ് ടു ബി എ ട്രേഡർ. യുവർ ഫാദർ വാസ് എ വാരിയർ, സോ യു ഹാവ് ടു ബി എ വാരിയർ. യുവർ ഫാദർ വാസ് എ ബ്ലാക്ക് സ്മിത്ത്, സോ യു ആൻഡ് യുവർ ചിൽഡ്രൻ ഹാവ് ടു ബി എ ബ്ലാക്ക് സ്മിത്ത്. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. അതോടുകൂടിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പറയുന്ന രീതിയിലുള്ള ഒരു റിജിഡിറ്റി ആൻഡ് മൊബിലിറ്റി, അതായത് ഈ ജാതിയുടെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഇവർക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രേഡുകൾ നടത്താനുള്ള ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. യെസ്, ഡിക്ലൈൻ ഇൻ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് കമ്പയർഡ് ടു ഏർലിയസ്റ്റ് പീരീഡ്, there was a decline in long distance trade during the Gupta period. India's trade with the Eastern Roman Empire exporting silk decreased after the Eastern Romans learned silk cultivation from Chinese. കണ്ടോ, ചൈനക്കാർ അവിടെ നമുക്ക് പണി തന്നു. യെസ്, അവരെന്താണ്, അവര് ഇന്ത്യയിൽ നിന്നായിരുന്നു സിൽക്കും മസ്ലിനും ഒക്കെ യൂറോപ്പിലേക്കും ആഫ്രിക്കയുടെ ഈജിപ്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഒക്കെ നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നത്, നമ്മൾ കയറ്റുമതി ചെയ്തിരുന്നു. ഓക്കെ, സിൽക്കും മസ്ലിനും ഒക്കെ നമ്മൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്തിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, ചൈനക്കാർ നമ്മുടെ കൂട്ടത്തിൽ കൂടി ആ ടെക്നോളജി ഒക്കെ പഠിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു, അവരത് റോമാക്കാർക്ക് പറഞ്ഞു കൊടുത്തു. അതോടുകൂടി നമ്മുടെ സിൽക്കിന് അവിടെ ആവശ്യമില്ലാതെ വന്നു. ഓക്കെ, ഡിമാൻഡ് ഫോർ ഇന്ത്യൻ സിൽക്ക് അബ്രോഡ് had already weakened by the mid-5th century. Weavers from West India migrated to Mansdor in Malwa and shifted to other professions. അതോടുകൂടി എന്ത് ചെയ്തു, നമ്മുടെ ഒരു മേജർ എക്സ്പോർട്ടിംഗ് ഐറ്റം ആയിട്ടുള്ള സിൽക്കിന്റെ ഡിമാൻഡ് യൂറോപ്പിൽ ക്രമാതീതമായിട്ട് കുറഞ്ഞു. അപ്പൊ ആ പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതിന്റെ കൂടെ തന്നെ എന്താണ് ദിസ് റിജിഡിറ്റി മൊബിലിറ്റി ഇഷ്യൂ. ജസ്റ്റ് അതിനെ കുറിച്ച് നമ്മൾ ഹിസ്റ്റോറിയൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്. മോർ റിജിഡ് the caste system is less rigid is the society, sorry, less mobile is the society. ഒരു കാസ്റ്റ് സിസ്റ്റം വളരെ കൊടികുത്തി വാഴുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ പറയുന്ന ട്രേഡോ കൊമേഴ്സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ ഇന്നോവേഷൻസ് ഉണ്ടാവില്ല. അതാണ് അവരുടെ ഒരു സോഷ്യൽ മൊബിലിറ്റി തന്നെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതെയായി പോകും. ഇനി രണ്ടാമത്തത്, ഇവർ ഡിക്ലൈനിലേക്ക് നയിച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി പ്രീസ്റ്റ്ലി ലാൻഡ് ലോർഡ്സ്. ഓക്കെ, പ്രീസ്റ്റ്ലി ലാൻഡ് ലോർഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്, ലാൻഡ് ഗ്രാൻസ് വാരി കോരി കൊടുത്തിരുന്നു. ഓക്കെ, ഇതൊന്നും പോരാഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, രാജാവിന്റെ കയ്യിലുള്ള ലാൻഡ് തീരുമ്പോ രാജാവ് ഓരോ ഫോറസ്റ്റ് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് അവിടെ പോയിട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങ് വെളുപ്പിച്ചോ എന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പറയുന്ന ഫോറസ്റ്റുകളിലേക്കൊക്കെ കയറി ഫോറസ്റ്റുകളിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അതൊക്കെ വെടിപ്പാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു ലാർജ് സ്കെയിലിലുള്ള ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം വിച്ച് ലെയ്ഡ് ദി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ഫ്യൂഡലിസം ബിഗാൻ ഡ്യൂറിംഗ് ദി ഗുപ്ത പീരീഡ്. നോക്കാം. യെസ്, in eastern and central Madhya Pradesh, a significant development during this period was the rise of priestly landlords. Okay, important anto, priestly landlords. Land grants were made to priests and led to the cultivation of new areas but resulted in lower status of local tribal peasants. കാരണം എന്താണ്, ഈ പറയുന്ന പോലെ കാസ്റ്റ് സിസ്റ്റം അവിടെ എന്ത് ചെയ്യാണ്, ഇവര് കൂടുതൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഞങ്ങള് പറയുന്ന പ്രീസ്ലി ക്ലാസ് ആണ്, ഞങ്ങൾക്ക് രാജാവുമായിട്ട് മാത്രമല്ല ഞങ്ങൾക്ക് ദൈവവുമായിട്ട് നല്ല അടുപ്പമുണ്ട്, ഞങ്ങൾ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞ് നിങ്ങളെ ശപിച്ച് ഭസ്മമാക്കി കളയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഈ പാവപ്പെട്ടവർ എന്ത് ചെയ്യാണ്, ഈ കാസ്റ്റ് സിസ്റ്റത്തിലേക്ക്, ആക്ച്വലി ദിസ് ട്രൈബൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കാട്ടിൽ പോയിട്ട് കാട്ടിൽ അവർ സുഖമായിട്ട് സന്തോഷമായിട്ട് തേനും എടുത്ത് മാനിനെയും കൊന്ന് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഇവരെന്ത് ചെയ്തു, ഇവര് ഇവിടുന്ന് വാളും പരിചയം അമ്പും വില്ലും കുന്തവും ഒക്കെ ആയിട്ട് പോയിട്ട് എന്ത് ചെയ്തു, ആ കാട് മുഴുവൻ വെട്ടിപ്പിടിച്ച് ഇവരെ അടിമകളാക്കി ഇവരെ ഈ കാസ്റ്റ് സിസ്റ്റത്തിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ ജീവിതം എന്ത് ചെയ്തു, വളരെ ദുരിതപൂർണമാക്കി. ഫോഴ്സ്ഡ് ലേബർ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്ടി വാസ് ഇമ്പോസ്ഡ് ഓൺ പെസൻസ് ഇൻ സെൻട്രൽ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ. ഹൗവർ അഗ്രികൾച്ചറൽ നോളജ് ഇംപ്രൂവ്ഡ് in the tribal regions of central India to the involvement of Brahmanas and more land were brought under cultivation. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ, കാരണം ലാൻഡ് ഗ്രാൻഡ് കൊടുക്കുകയാണ്. അവരെന്ത് കാട്ടിൽ പോകുന്നു, വെട്ടുന്നു, ഇങ്ങനെ എന്ത് ചെയ്യുന്നു, കൾട്ടിവേറ്റബിൾ ലാൻഡ് അല്ലെങ്കിൽ ലാൻഡ് അണ്ടർ കൾട്ടിവേഷന്റെ അളവ് വളരെയധികം കൂട്ടുന്നു. സവാ പോയിന്റ് കിട്ടിയെന്ന് കരുതുന്നു. അടുത്തതാണ് സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിനെ കുറിച്ച് കൂടെ പറയുമ്പോൾ നമുക്ക്
എന്നിട്ട് നമുക്ക് 2-3 പോയിന്റ്സ് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. സോഷ്യൽ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഒരു കാസ്റ്റ് സിസ്റ്റം. ഓക്കെ, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് സിസ്റ്റം വന്നു. ബ്രാഹ്മണ സുപ്രമസി ആൻഡ് ബ്രാഹ്മണിക്കൽ സുപ്രമസി ആൻഡ് Gupta rulers. Large scale land grants were given to Brahmanas, suggest that the rise in Brahmana dominance in the Gupta period. The Guptas originally believed to be Vaishyas. Important point, and they are believed to be Vaishyas, but they recognized themselves as Kshatriyas by Brahmanas. അപ്പൊ എന്താണ് ഈ പറയുന്ന കിങ്? ഇതെല്ലാ കാലത്തുമുള്ള, നമ്മളിനി അങ്ങോട്ട് പഠിക്കുന്നത് നമുക്ക് മനസ്സിലാവും എന്താണ്? ദ കിങ് പ്രീസ്റ്റ് കോൺസ്പിരസി. ഓക്കെ, ഇത് യൂറോപ്പിലും ഉണ്ട്, ഇത് ഇന്ത്യയിലുമുണ്ട്. എവിടെയൊക്കെ രാജാക്കന്മാരുണ്ടോ അവിടെയൊക്കെ ഈ പരിപാടി ഉണ്ടായിട്ടുണ്ട്. സംഭവം വളരെ സിമ്പിൾ ആണ്. രാജാവിന് വലിയ സ്വൈര്യക്കേടൊന്നുമില്ലാതെ ജനങ്ങൾ കലാപം ഉണ്ടാക്കാതെ ഭരിക്കണമെങ്കിൽ എന്ത് വേണം? ജനങ്ങളെ പേടിപ്പിച്ച് നിർത്തണം. എത്ര ആൾക്കാരെയാന്ന് വെച്ചിട്ടാ ഈ വാളിന് വെട്ടിയും അമ്പെയ്തും കുന്തത്തിന് കുത്തിയും കൊന്നു പേടിപ്പിക്കുക, ഡിസ്റ്ററൻസ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ അതിന് പകരം ഏറ്റവും നല്ല വഴി എന്താണ്? രാജാവിന് ദൈവവുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ഓക്കെ, രാജാവ് എന്ന് പറയുന്നത് എന്താണ്? ഡിവൈൻ കിങ്ഷിപ്പ് ആണ്. ഓക്കെ, രാജാവ് ഇവിടെ ഇരിക്കുന്നത് ശരിക്കും ഇവിടെ ഇരിക്കുന്ന രാജാവില്ലേ, ഇത് ശരിക്കും രാജാവല്ല. ഓക്കെ, ഈ രാജാവ് സത്യത്തിൽ എന്താണ്? ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങളെ ഭരിക്കുന്നത്. ഓക്കെ, ദൈവത്തിന് വേറെ കുറെ പണികളുണ്ട്. ഓക്കെ, തേങ്ങയിൽ വെള്ളം നിറയ്ക്കാൻ പോകണം. ഓക്കെ, അങ്ങനെ കുറെ പണികൾ ദൈവത്തിനുള്ളത് കൊണ്ട് എല്ലാത്തിനും ശ്രദ്ധിക്കാൻ കഴിയില്ല ദൈവത്തിന്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവമാണ് ഇയാളെ തെരഞ്ഞെടുത്ത് രാജാവാക്കിയിരിക്കുന്നത്. അപ്പൊ ജനങ്ങൾ കരുതും, ഹോ എന്ത് നല്ല ദൈവം, എന്ത് നല്ല രാജാവ്, സെറ്റ്, ഈ മനുഷ്യൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും എന്നുള്ള എന്ത് ചെയ്തും വളരെ പീസ്ഫുൾ ആയിട്ട് ബ്ലഡ് ഷെഡ് ഒന്നുമില്ലാതെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ആൾക്കാരെ, ഒരു ലാർജ് നമ്പർ ഓഫ് ആൾക്കാരെ കൺട്രോൾ ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ള വഴിയായിരുന്നു ത്രെട്ടനിങ് ദം ഇൻ ദ നെയിം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പേര് പറഞ്ഞവരെ പേടിപ്പിക്കുക. അപ്പൊ രാജാവ് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അപ്പൊ അവരെ അങ്ങനെ പേടിപ്പിക്കണമെങ്കിൽ ആര് വേണം? അതിന് ഈ പ്രീസ്റ്റ് വേണം. അപ്പൊ പ്രീസ്റ്റിന്റെ അടുത്ത് പറയും, നിങ്ങൾക്ക് ഞാൻ ഒരു 1000 ഏക്കർ ഭൂമി അങ്ങോട്ട് തരും. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് പറയാ. അപ്പോൾ പറയും 1000 പോരാ. അപ്പൊ പറയുന്ന 2000 ഏക്കർ തരും. അപ്പൊ ഈ പ്രീസ്റ്റ് പറയും 2000 പോരാ, ഇനി ഒരു പേശലില്ല, 3000 ഏക്കർ ഭൂമി നിങ്ങൾക്ക് കണ്ടു തരും. ഞാൻ പറഞ്ഞ കാര്യം പറയാ, 3000 ഏക്കർ ആണെങ്കിൽ എനിക്ക് സമ്മതം. ഓക്കെ, അപ്പൊ ഈ പ്രീസ്റ്റ് എന്ത് പറയും? ഞാൻ ഇന്നലെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ദിവ്യ അരുളപ്പാട് കിട്ടി, ഇദ്ദേഹം ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും? ഇദ്ദേഹത്തെ വിശ്വസിക്കും. ഇനി ഈ രാജാവ് എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് കരുതുക. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ കലാപം ഉണ്ടാക്കും. അപ്പൊ കലാപം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെയും പ്രസിഡന്റ് അടുത്ത് പോയിട്ട് ഈ ഓഫർ 1000, 2000, 3000 ഏക്കർ ഭൂമിയുടെ കാര്യം പറയുന്നു. എന്ത് ചെയ്യുന്നു? ഇവരൊരു കോംപ്രമൈസിൽ എത്തുന്നു. എന്നിട്ട് പ്രീസ്റ്റ് പോയി ജനങ്ങളുടെ അടുത്ത് പറയുന്നു, അത് ദൈവം പറഞ്ഞിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഈ ജനങ്ങളെ എന്ത് ചെയ്യുന്നു? മിസ്ലീഡ് ചെയ്യുന്നു. അപ്പം ഈ കിങ് പ്രീസ്റ്റ് കോൺസ്പിറസി എല്ലാ കാലത്തും നിലനിന്നിരുന്നു. ഈ കിങ് പ്രീസ്റ്റ് കോൺസ്പിറസിയുടെ ഏറ്റവും വലിയ ഒരു റിസൾട്ട് ആണ് ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഈ പ്രീസ്റ്റ് കൂടെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ലാൻഡ് വാരിക്കോരി കൊടുക്കണം. യെസ്, അപ്പം ആ ഒരു പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. ദ ബ്രാഹ്മണാസ് പോർട്രേഡ് ദ ഗുപ്ത കിങ്സ് ആസ് ഗോഡ് ലൈക്ക് ഫിഗേഴ്സ്, legitimizing their and establishing the Guptas as strong supporters of Brahmanical order. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ഇവിടെ നടക്കുന്നത്. അടുത്ത എന്താണ് വരുന്നത്? ദി proliferation of caste. അതെന്താണെന്ന് നോക്കാം. എന്താണ്? Each number of castes increased due to assimilation of foreigners and tribals. Each group of foreigners were considered as a caste, often with Kshatriya status. അപ്പൊ എന്താണ്? പുറത്തു നിന്ന് ആ സമയത്ത് എന്താണ്? നമ്മുടെ ഫോറിൻ ഇൻവേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുഷാനാസ് വന്നിട്ടുണ്ട്, ഷാക്കാസ് വന്നിട്ടുണ്ട്, ഗ്രക്കോ റോമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ വന്ന് ഇവിടെയായിട്ട് എന്ത് ചെയ്തു? ഇവരുമായിട്ട് സെറ്റിലായി. അവരിന് വേറെ അങ്ങോട്ടും പോകുന്നില്ല, അവരിവിടെ സെറ്റിലായി. അപ്പം അവരിവിടെ സെറ്റിൽ ആയപ്പോ എന്ത് ചെയ്തു? അവരെയും ഒരു കാസ്റ്റ് ആയിട്ട് അങ്ങ് അംഗീകരിച്ചു. ഓക്കെ, അവർക്ക് എന്ത് ചെയ്തു? എന്തായാലും അവർ അവിടെ നിന്ന് ഇവിടം വരെയൊക്കെ യുദ്ധം ചെയ്ത് വന്നതല്ലേ. അപ്പൊ അവർക്ക് എന്ത് ചെയ്തു? ക്ഷത്രിയ സ്റ്റാറ്റസ് ഉള്ള കാസ്റ്റ്ഷിപ്പ് തന്നെ അങ്ങോട്ട് കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ഈ പറയുന്ന ട്രൈബൽസ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫോറസ്റ്റ് ഇൻവേഷൻസ് നടത്തി. ഫോറസ്റ്റ് ഇൻവേഷൻസ് ടുക്ക് പ്ലേസ് ഫോർ എന്താണ്? ഫോർ ദി ലാൻഡ് ഗ്രാൻഡ്, ഫോർ ദി ലാൻഡ് ഗ്രാൻഡ്സ്. ലാൻഡ് ഗ്രാൻഡ്സിന്റെ ആവശ്യം ഇങ്ങനെ കൂടി വരുമ്പോൾ എന്ത് ചെയ്തു? ഫോറസ്റ്റ് ഇൻവേഷൻസ് നടത്തി. അപ്പൊ ഈ ഫോറസ്റ്റ് ഇൻവേഷൻസ് നടത്തിയ സമയത്ത് ഈ ഫോറസ്റ്റ് ഇൻവേഷൻസ് നടത്തിയ സമയത്ത് കുറെ ട്രൈബൽസ് എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ജീവിതോപാധിയായിട്ടുള്ള കാടിനെ നശിപ്പിച്ചു.
അങ്ങനെ എന്ത് ചെയ്തു, അവരും ഈ പറയുന്ന മെയിൻ സ്ട്രീം സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പൊ എന്ത് ചെയ്തു, അവർക്കും കൊടുത്തു കുറച്ച്, അവരെയും എന്ത് ചെയ്തു, അവരെ ഒരു കാസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങി. യെസ്, the Huns who arrived in the 5th century eventually become recognized as the Rajput clans. അത് കോൺഫ്ലിക്റ്റഡ് ആണ്, എന്നാലും നമുക്ക് പറയാം രജപുത്ത് ക്ലാൻസ് ഹൺസ് ആണ് എന്നൊരു ഒരു തിയറി ഉണ്ട്. യെസ്, ലാൻഡ് ഗ്രാൻസ് ടു ട്രൈബൽ ചീഫ്സ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ കാസ്റ്റ് വിത്ത് ദി ഓർഡിനറി ട്രൈബൽ മെമ്പേഴ്സ് അസൈൻഡ് എ ലോവർ ഒറിജിൻ. അപ്പൊ എന്ത് ചെയ്തു, ട്രൈബൽ ചീഫ് ട്രൈബൽസിനെ പോയി ആക്രമിക്കുമ്പോൾ എന്ത് ചെയ്യണം, അവരുടെ ചീഫിനെ ഒക്കെ കൂടെ നിർത്തണം. അപ്പൊ അദ്ദേഹത്തിനും കുറച്ച് ലാൻഡ് കൊടുത്തു. അപ്പൊ അദ്ദേഹം എന്തായി, അദ്ദേഹം കുറച്ചുകൂടി ഉയർന്ന ട്രൈബൽ ചീഫായി, അല്ലെങ്കിൽ കാസ്റ്റിൽ അദ്ദേഹത്തിന് കുറച്ചൊരു സ്ഥാനക്കയറ്റം ഒക്കെ കൊടുത്തു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഇച്ചിരി മുന്തിയ ആളും അദ്ദേഹത്തിന്റെ സെയിം സ്റ്റാറ്റസിലുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ചീഫായി അംഗീകരിക്കുന്ന ട്രൈബൽസിനെ ലോവർ സ്ട്രാറ്റയിലേക്ക് മാറിയതാണ് കാസ്റ്റ് സിസ്റ്റം. എന്ത് ചെയ്തു, ഒരു വലിയൊരു കുഴഞ്ഞുമറിയലിന് ശേഷം എന്ത് ചെയ്തു, കാസ്റ്റ് സിസ്റ്റം ഇന്ന് കാണുന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയി വന്നത് ഈ ഗുപ്ത പീരീഡിലാണെന്ന് പറയാം. ഇനി ഇംപ്രൂവ്ഡ് സ്റ്റാറ്റസ് ഓഫ് ശൂദ്രാസ്, അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാൻഡ് ഗ്രാൻസ് ഇങ്ങനെ കൂടി വരികയാണ്. കൾട്ടിവേറ്റഡ് ലാൻഡ്, ഓക്കെ, ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ കൂടി വരികയാണ്. ഈ പറയുന്ന ബ്രാഹ്മണന്മാരോ ക്ഷത്രിയന്മാരോ ഇവിടെ ഇറങ്ങി പണിയെടുക്കില്ലല്ലോ. അവിടെ പണിയെടുക്കണമെങ്കിൽ ആര് വേണം, ശൂദ്രാസ് വേണം. അപ്പൊ എന്ത് ചെയ്തു, അവർക്ക് കുറച്ചുകൂടി അവരെ കുറച്ചുകൂടെ നിർത്തുന്ന രീതിയിലുള്ള ഒരു യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ ആയിട്ട് അവർക്ക് കുറച്ചുകൂടി അധികാരങ്ങളൊക്കെ കൊടുത്തു. Shudras experienced some improvement during this period. They were permitted to hear recitations of the Ramayana, Mahabharata and Puranas which represented the Kshatriya tradition. അപ്പം അവർക്ക് രാമായണവും മഹാഭാരതവും ഒക്കെ കേൾക്കാനുള്ള അവസരം കൊടുത്തു. Shudras could worship Krishna and perform certain domestic rites which contributed to the economic status of the Shudras. From the 7th century onwards, Shudras were mainly associated with agriculture. അപ്പൊ ആ ഒരു സമയമായപ്പോഴത്തേക്കുമാണ് ഈ കാസ്റ്റ് സിസ്റ്റം ഒന്ന് ഇന്ന് കാണുന്ന രീതിയിൽ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി, ഒരു ചട്ടക്കൂടൊക്കെ വരച്ച് ഇന്നാൾക്ക് ഇന്ന പണി എന്ന് പറഞ്ഞിട്ട് പെർഫെക്റ്റ് ആക്കി വിട്ടത്. ഇൻക്രീസ് ഇൻ അൺടച്ചബിൾസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇൻക്രീസ് ഇൻ അൺടച്ചബിൾസ് ഇമ്പോർട്ടന്റ് ആണ്. The number of untouchables, particularly the Chandalas, grew during this period. The Chandalas mentioned in Fakhiyan lived outside the village and was involved with the meat or flesh trade. The Chandalas' disabilities became noticeable and their presence attracted attention. അപ്പൊ എന്താണ് അൺടച്ചബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അൺടച്ചബിൾസ് ആയിട്ടുള്ള ചണ്ടാലാസ്. അപ്പൊ ഈ ചണ്ടാലാസിന്റെ എണ്ണം കൂടി. അവരെന്ത് ചെയ്തു, അവർക്ക് ഒരു ഒരു അൺടച്ചബിലിറ്റി, അല്ലെങ്കിൽ അവർക്ക് എന്താണ്, ഇപ്പൊ വില്ലേജ് ഇതാണ് എങ്കിൽ ഈ വില്ലേജിൽ കയറാനോ വില്ലേജിൽ കച്ചവടം നടത്താനോ താമസിക്കാനോ ഒന്നും അവർക്ക് അവകാശമില്ല. അവർക്ക് എന്ത് ചെയ്തു, അവർക്ക് വില്ലേജിന്റെ പുറത്തൊരു സ്ഥലമുണ്ട്. നമ്മൾ ഈ ഗറ്റോകൾ എന്നൊക്കെ പറയുന്നത് പോലെ, യൂറോപ്പിൽ ഗറ്റോകൾ എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്, അവർക്ക് താമസിക്കാനായിട്ട് ചെറിയ ചേരി പോലുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെ മാത്രമേ താമസിക്കാനും കച്ചവടം നടത്താനും ഒക്കെ പാടുള്ളൂ. അതാണ് ചണ്ടാലാസിന്റെ അവസ്ഥ. യെസ്, ഇനി അടുത്തത് വുമണെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, വുമന്റെ സ്റ്റാറ്റസ് ഡിറ്റോറിയേറ്റ് ചെയ്യാന്നേ ചെയ്തത്. നോക്കൂ, വുമൺ ഇൻ ഹയർ വർണ്ണ ഡിഡ് നോട്ട് ഹാവ് ഇൻഡിപെൻഡന്റ് സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് ലൈക്ക് വുമൺ ഇൻ ലോവർ വർണ്ണ. ലോവർ വർണ്ണയിലുള്ള സ്ത്രീകൾ എന്തുണ്ട്, അവർ കൃഷിപ്പണിക്ക് പോകും, അവർക്ക് കിട്ടുന്നതുകൊണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കും. പക്ഷേ അപ്പർ സ്ട്രാറ്റയിലുള്ള അല്ലെങ്കിൽ ഹയർ വർണ്ണയിലുള്ള സ്ത്രീകൾക്ക് എന്തില്ല, ഈ പറയുന്ന അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നുമില്ല. ഭർത്താവ് എന്തെങ്കിലും തന്നാൽ അത് തിന്നു കുടിച്ച് സുഖമായി കിടന്നുറങ്ങുക. Women from Vaishyas and Shudra backgrounds engage in agricultural operations, domestic services, granting them more freedom. In Gupta times, members of higher varna acquired more land, becoming polygamous and treating women as a property. Yes, എന്താണ്, കുറെ ലാൻഡ് കിട്ടി. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് പൊളിഗമസ് പ്രാക്ടീസ്, അതായത് പോളിഗമസ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരിക്കുന്ന ഒരവസ്ഥയായിട്ടുള്ള പോളിഗമി എന്ത് ചെയ്തു, അവര് സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ പോളിഗമി എന്ത് ചെയ്യാൻ തുടങ്ങി, അപ്പർ സ്ട്രാറ്റയിലുള്ള അല്ലെങ്കിൽ അപ്പർ വർണ്ണയിലുള്ളവർക്ക് ഇച്ചിരി സ്വത്തൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, പോളിഗമി ആകാം എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇവിടെ കിട്ടുകയുണ്ടായി. വിഡോ ഇമ്മോർട്ടലൈസേഷൻ വാസ് ഫസ്റ്റ് റിക്കാർഡഡ് ഇൻ 510 AD, ബട്ട് പോസ്റ്റ് ഗുപ്ത ലോ ബുക്സ് അലൗ വിഡോ റീമാരേജ് ഇൻ സർക്കംസ്റ്റാൻസസ്. അപ്പൊ എന്താണ്, വിഡോ റീമാരേജ് ഒക്കെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. വിഡോ റീമാരേജ് വാസ് നോട്ട് കോമൺ ബട്ട് ഇറ്റ് വാസ് എക്സെപ്ഷണൽ. ചില സർക്കംസ്റ്റാൻസുകളിൽ മാത്രമായിരുന്നു എന്തിരുന്നത്, വിഡോ റീമാരേജ് പെർമിറ്റ് ചെയ്തിരുന്നത്. ഇനി എന്താണ് വുമൻസ് പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് നോക്കൂ. ഓൾഡസ്റ്റ് സ്മൃതീസ് റെക്കഗ്നൈസ്ഡ് ഗിഫ്റ്റ് റിസീവ്ഡ് ബൈ ദി ബ്രൈഡ് ഡ്യൂറിംഗ് മാരേജസ് ആസ് സ്ത്രീധന പ്രോപ്പർട്ടി.
Gupta and post-Gupta law book expanded the scope of these gifts as strident. അപ്പൊ എന്താണ് ഈ പറയുന്നത്? എന്താണ്? കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് കൊടുക്കും, ഒരു ഗിഫ്റ്റ് കൊടുക്കും. പക്ഷെ എന്താണ്, ഗുപ്ത കാലഘട്ടത്തിലും പോസ്റ്റ് ഗുപ്ത കാലഘട്ടത്തിലും എന്തായി? ഈ പറയുന്ന പോലെ സ്ത്രീധന അല്ലെങ്കിൽ ഡവറി സിസ്റ്റം എന്ത് ചെയ്തു? ഒരു നോമായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ട് വരികയാണ്. യെസ്, വുമൺ were allowed to sell and mortgage their immovable property, suggesting that received shares of landed property. However, patriarchal communities generally don't allow daughters to inherit property. അപ്പൊ ചില കമ്മ്യൂണിറ്റികളിൽ എന്തുണ്ട്? ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് സ്വത്തിന്മേൽ അവകാശമുണ്ട്, അവർക്ക് അതിന്മേൽ പൂർണ്ണ അധികാരമുണ്ട്. അത് മോർഗേജ്, അത് പണയം വെക്കാനോ അത് വിൽക്കാനോ ഒക്കെയുള്ള പൂർണ്ണ അവകാശം അവർക്കുണ്ട്. എന്നാൽ എന്തില്ല? മറ്റു ചില കമ്മ്യൂണിറ്റികളിൽ അതില്ല. യെസ്, ഇനി അടുത്തത് വരുന്നത് എന്താണ്? നിയോഗ ആൻഡ് വിഡോ റീമാരേജ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ നിയോഗ എന്നുള്ള വാക്ക് ചിലപ്പോൾ ചോദിക്കാം. എന്താണ് നിയോഗ എന്ന് പറയുന്നത്? ദി പ്രാക്ടീസ് ഓഫ് എ യങ്ങർ ബ്രദർ ഓർ കിങ്സ് മാൻ മാരിയിങ് ദ വിഡോ ഓഫ് ദ എൽഡർ ബ്രദർ വാസ് പ്രാക്ടീസ്ഡ് ഡ്യൂറിംഗ് വേദിക് ടൈംസ് ബട്ട് വാസ് നോട്ട് അലൗഡ് ഡ്യൂറിംഗ് ഗുപ്ത ആൻഡ് ഏർലിയർ പീരീഡ്. അപ്പൊ നിയോഗ എന്ത് ചെയ്തു? നിയോഗ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ്, ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ ചേട്ടത്തി അനിയൻ വിവാഹം കഴിക്കുന്ന ഒരു സിസ്റ്റമാണ് നിയോഗ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്തു? അത് ഇല്ലാതെയായി. അടുത്ത എന്താണ്? വിഡോ റീമാരേജ് വാസ് ഓൾസോ പ്രൊഹിബിറ്റഡ് ഫോർ ഹയർ വർണാസ് ബട്ട് പെർമിറ്റഡ് ടു ശൂദ്രാസ് who could practice both നിയോഗ ആൻഡ് വിഡോ റീമാരേജ്. അപ്പൊ എന്താണ്? വിഡോ റീമാരേജും നിയോഗയും ആർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്? ശൂദ്രാസിന് മാത്രമായിരുന്നു പെർമിറ്റ് ചെയ്തിരുന്നത്. ഓർത്ത് വെക്കണേടെ. ഇനി ഡിക്ലൈൻ ഓഫ് ഗുപ്താസ്, അതിന്റെ കാരണങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് പോവുകയാണ്. ജസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഹുണ ഇൻവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്, റിലീജിയസ് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. യെസ്, പിന്നെ എന്താണ്? നെഗ്ലക്റ്റ് ആൻഡ് മിലിറ്ററി കോൺക്വസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഹുണ ഇൻവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുൻസ് ആണ് ദ ഇൻവെന്റഡ് ദ ഗുപ്ത ടെറിട്ടറി ഇൻഫ്ലിക്റ്റിംഗ് സെവറൽ ഡാമേജ് ഓൺ ദ എംപയർ ബൈ ദ 6th century CE. The empire had fragmented into provincial state due to the attack from various directions. പല ഡയറക്ഷനിൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്ന് ആക്രമിച്ച് എന്ത് ചെയ്തു? രാജ്യത്തെ എന്ത് ചെയ്തു? ചെതറിച്ച് കളഞ്ഞു ഹുണാസ്. സോ അതുകൊണ്ടാണ് ഹുണ ഇൻവേഷൻ is considered to be a major reason for the decline of Gupta empire. അടുത്തത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ഫ്യൂഡലിസം ഉണ്ടായിരുന്നു. അപ്പൊ ഫ്യൂഡലിസം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഒരു വ്യക്തി ഒരുപാട് ടെറിട്ടറിയുടെ അധിപനായിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവന് തോന്നും ഞാൻ തന്നെ രാജാവ് എന്ന്. സോ അപ്പൊ എന്താക്കി ഇദ്ദേഹം ഈ ടെറിട്ടറിയുടെ when the central power became so weak, കേന്ദ്രത്തിലെ അധികാരം വീക്ക് ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യും? ഇദ്ദേഹം അങ്ങ് ഡിക്ലെയർ ചെയ്യും ഐ ആം ഇൻഡിപെൻഡന്റ്. അങ്ങനെ എന്ത് ചെയ്തു? ഫ്യൂഡലിസം ഗ്രോ ചെയ്തു, പിന്നെ ട്രേഡ് ഡിക്ലൈൻ ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ സെൻട്രലൈസ്ഡ് ലീഡർഷിപ്പ് വീക്കായി, ഇൻവേഷൻസ് ഉണ്ടായി. അങ്ങനെ കുറിച്ചുള്ള പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്തു? ഡിക്ലൈനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇന്റേണൽ റെബല്യൻസ്, ഫോറിൻ ഇന്റർവെൻഷൻസ്, ഡൈനാസ്റ്റിക് ഫ്യൂഡ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. എമംഗ് റോയൽ ക്ലാൻസ് ഡീസ്റ്റെബിലൈസ് ദ റൂൾ. The Huns successfully colonized the regions such as Gandhara, Punjab, Gujarat and Malwa, eroding the control of Gupta period. Religious shift. The Gupta rulers started Buddhist practices instead of Hindu practices, which further weakened their empire. ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലത്തു നിന്നായിട്ട് ഇവർ ലാൻഡ് ഗ്രാൻഡ് വഴി ഒരുപാട് ടെറിട്ടറീസ് കീഴടക്കുകയും ഒരുപാട് ആൾക്കാർ ഇവരുടെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തപ്പം ഒരു പ്യോർ റിലീജിയൻ അവർക്ക് കിട്ടിയില്ല. ഓക്കെ, ഒരുപാട് റിലീജിയസ് പ്രാക്ടീസസ് എന്ത് ചെയ്തു? ഇതിന്റെ ഭാഗമായിട്ട് വരാൻ തുടങ്ങി. ഹിന്ദുമതത്തിൽ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? ബുദ്ധിസ്റ്റ് പ്രാക്ടീസസും ട്രൈബൽ പ്രാക്ടീസസും യക്ഷണി വർഷിപ്പും ജൈന പ്രാക്ടീസസും അങ്ങനെ ഒരുപാട് അജീവിക പ്രാക്ടീസസും ഇതെല്ലാം കൂടി ഇതിന്റെ അകത്ത് വന്ന് ഇതൊരു അവിയൽ പരുവത്തിലായി. അതോടുകൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രാഹ്മണിക്കൽ സപ്പോർട്ട് ഇവർക്ക് കുറഞ്ഞു വരാൻ തുടങ്ങി. പിന്നെ എന്താണ്? നെഗ്ലക്റ്റ് ഓഫ് മിലിറ്ററി കോൺക്വസ്റ്റ്. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവർ കൂടുതലായിട്ട് എന്ത് ചെയ്തു? കൺസോളിഡേഷൻ. വലിയ എംപയർ ആയി, അത് ശരിയാണ്. അപ്പൊ ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൺസോളിഡേഷൻ ദാൻ കോൺക്വസ്റ്റ്. കോൺക്വസ്റ്റിനേക്കാൾ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൺസോളിഡേഷൻ ആയിരുന്നു. ഓക്കെ, കോൺക്വസ്റ്റിനേക്കാൾ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൺസോളിഡേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? പതുക്കെ അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് വീക്കൻ ചെയ്യാൻ തുടങ്ങി. അതിൽ അപ്ഗ്രഡേഷൻസ് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തു? ആ ഒരു എംപയർ ഡിക്ലൈൻ ചെയ്ത് ഇല്ലാതെയായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗുപ്താസിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് സമയത്ത് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ കിട്ടിയെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലാന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.